السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മിഷ്കാത്ത് പഠിതാക്കളെ, സൂറത്തുൽ ഖാഫിൻ്റെ 28 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇതിനകം പഠിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഖാഫ് പരലോകത്തിലുള്ള വിശ്വാസവും മരണാനന്തര ജീവിത വ്യവഹാരങ്ങളുമൊക്കെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ വിശ്വാസമാണ് മനുഷ്യനെ നേർവഴിയിലേക്ക് നയിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ സൂറത്തിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആനിലുടനീളം പരലോക വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ധാരണകൾ മനുഷ്യൻ്റെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് വിശുദ്ധ ഖുർആൻ നടത്തുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിലെ ജീവിതം അഥവാ ഹിജ്റയ്ക്ക് മുമ്പുള്ള 13 വർഷക്കാലവും ഈ രൂപത്തിലുള്ള വിശ്വാസം കൂടുതൽ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനുള്ള തസ്കിയത്തിൻ്റെയും തർബിയത്തിൻ്റെയും സംരംഭങ്ങളാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിരുന്നത്. ഈ കാലഘട്ടത്തിന് ശേഷമാണ് നമസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള ആരാധനാ കർമ്മങ്ങളൊക്കെ നിർബന്ധമാക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസപരമായി പരിവർത്തിതമായ ഒരു സമൂഹത്തിന് മാത്രമേ ആരാധനാകർമ്മങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അതിലൂടെ ഇഹപരവിജയം നേടുവാനുമുള്ള സാഹചര്യമുണ്ടാവൂ എന്നുള്ളതാണ്. ഇരുപത്തിയെട്ട് മുതലുള്ള 2 ആയത്തുകളിൽ മനുഷ്യനും അവനെ വഴിതെറ്റിച്ച പിശാചും പരലോകത്ത് കണ്ടുമുട്ടുന്ന രംഗം അല്ലാഹു വരച്ച് കാണിക്കുന്നുണ്ട്. പിശാച് താനാണ് മനുഷ്യനെ വഴിതെറ്റിച്ചത് എന്നുള്ള വസ്തുത അവിടെ നിഷേധിക്കുകയാണ്. അവൻ സ്വയം വഴിപിഴയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പായി നൽകുക. ദേഹേച്ഛകളെ പിൻപറ്റി പിശാചിൻ്റെ ദുർമന്ത്രങ്ങൾക്ക് വിധേയനായി മനുഷ്യൻ ദുനിയാവിൽ വഴിപിഴയ്ക്കുകയും പരലോകത്ത് ചെന്ന് അതിൻ്റെ കഷ്ടനഷ്ടങ്ങൾ നേരിൽ കാണുകയും ചെയ്യുമ്പോഴാണ് പിശാച് അവൻ്റെ ശത്രുവായിരുന്നു എന്നുള്ള ബോധ്യം അവനുണ്ടാകുന്നത്. ഇന്ന ശൈത്താനൽ ഇൻസാനി അദുവ്വൻ മുബീന, മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് പിശാച്. അവൻ മനുഷ്യ മനസ്സുകളിൽ ദുർബന്ധനം നടത്തി ആളുകളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള വസ്തുത ഒരുപക്ഷെ ബോധ്യപ്പെടാൻ ഒരു ആയുസ് തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ്. യൗമുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാ, എല്ലാ തരത്തിലുള്ള തിന്മകളും മ്ലേച്ഛമായ പ്രവർത്തനങ്ങളും മനുഷ്യമക്കളെ അടിച്ചേൽപ്പിക്കുകയാണ് പിശാച് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആളുകൾ അല്ലാഹുവിൻ്റെ മുന്നറിയിപ്പും താക്കീതും അനുസരിച്ച് തന്നെ നരകത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ദുഃഖകരമായ
വരാനിരിക്കുന്ന ഒരവസ്ഥയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പലതവണ മുന്നറിയിപ്പ് നൽകുന്നു. ഇതുപോലെയുള്ള സത്യനിഷേധികളെ ഇനിയും ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് നരകം ആവശ്യപ്പെടുന്ന ഒരു രംഗം നമുക്ക് കാണാം. ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹു കൊടുത്തൊരു മുന്നറിയിപ്പിൻ്റെ പരിണത ഫലമായിരുന്നു അത്. വലഖദ് തറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരുടെയും ജിന്നുകളുടെയും കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് തന്നെ നരകത്തിന് വേണ്ടിയാണ്. അവർക്ക് ഹൃദയങ്ങളുണ്ട്, ചിന്തിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകളുണ്ട്, കാണേണ്ടത് കാണാൻ അവർക്ക് കഴിയാതെ പോയി. ചെവികളുണ്ടായിരുന്നു, പക്ഷേ കേൾക്കേണ്ട സതുപദേശങ്ങൾ കേൾക്കാനുള്ള സന്നദ്ധത അവർ കാണിച്ചില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ്. എന്നാൽ പിശാച് തൻ്റെ ശത്രുവാണെന്ന് ബോധ്യപ്പെട്ട് അവൻ്റെ ദുർബന്ധവാദങ്ങളിൽ നിന്നെല്ലാം അകന്നു നിന്ന് അള്ളാഹുവിൻ്റെ മജ്‌ലിസിനെ ഭയപ്പെട്ട് അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച സജ്ജനങ്ങളായ ആളുകളെ സ്വർഗം പാടി വിളിക്കുന്ന ഹൃദയഹാരിയായ ഒരവസ്ഥ നമുക്ക് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാലായിനും റാത്ത്, ഒരു കണ്ണുകളും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയിലൂടെയും കേട്ടിട്ടില്ലാത്ത അനുഭവങ്ങളും അനുഭൂതികളും സ്വർഗലോകത്ത് അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടായിരുന്നു. ശാന്തിയും സമാധാനവും കളിയാടുന്ന ദാറുസ്സലാം, സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്കാണ് അനുഗ്രഹത്തിൻ്റെ മാലാഖമാർ അവരെ ആനയിച്ചു കൊണ്ടുപോകുന്നത്. ഒരുപാട് സമുദായങ്ങൾ കഴിഞ്ഞുപോയി. അവരെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും പ്രപഞ്ച സത്യങ്ങളെ തിരസ്കരിക്കുകയും ചെയ്ത ഒരുപാട് സമൂഹങ്ങൾ, അവരെല്ലാം ഇത്തരത്തിലുള്ള ശിക്ഷകൾക്ക് പാത്രമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പമെങ്കിലും ചിന്തിക്കുവാനും ആലോചിക്കുവാനും അവർ സമയം കണ്ടെത്തിയിരുന്നുവെങ്കിൽ, പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ ഉൾക്കൊള്ളാൻ അവർ സന്നദ്ധമായിരുന്നുവെങ്കിൽ, വരാനിരിക്കുന്ന വിപത്തുകളെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പും താക്കീതും അവർ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിൽ എത്തിപ്പെടുമായിരുന്നില്ല എന്ന് വിരൽ കടിച്ചുകൊണ്ട് സത്യനിഷേധികൾ തങ്ങളുടെ ദുഃഖമറിയിക്കുന്ന ഒരു രംഗം. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് 6 ഘട്ടങ്ങളിലായി അള്ളാഹു നടത്തിയെന്ന് 38-ാമത്തെ ആയത്തിൽ വിവരിക്കുന്നുണ്ട്. ആകാശഭൂമികളെ ഈ രൂപത്തിൽ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ അവരുടെ മരണത്തിന് ശേഷം വീണ്ടും ജീവിപ്പിക്കുവാനും അവരെ രക്ഷാവിഷ്ടകൾക്ക് വിധേയമാക്കുവാനും അള്ളാഹുവിന് കഴിയുമെന്നുള്ള പാഠമായിരുന്നു അവിടെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമസ്കാരങ്ങളിലൂടെ അവനോട് പാപമോചനം തേടിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ 39-40 ആയത്തുകളിൽ മാനവരാശിയെ, മനുഷ്യമക്കളെ വിശുദ്ധ ഖുർആൻ ഉത്ബോധനം ചെയ്യുന്നുണ്ട്. നന്മയിലേക്ക് മുന്നേറുവാനും ആരംഗത്ത് മത്സരം കാണിക്കുവാനും ഞാനാദ്യം എന്ന രൂപത്തിൽ ഈ വിശുദ്ധ മാസത്തിൽ മുന്നേറുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വളരെ സാധുക്കളായ മുഹാജിറുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞ മറുപടി, അള്ളാഹുവിൽ സമ്പന്നരായ ആളുകൾ ഞങ്ങൾ ചെയ്യുന്ന ആരാധനാകർമ്മങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ ദാനധർമ്മം ചെയ്യുമ്പോൾ അതിലൂടെ പുണ്യം കരസ്ഥമാക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നു. റസൂൽ അവരെ സാന്ത്വനിപ്പിക്കുകയും അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. നിങ്ങൾ രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിത്യാദി ദിക്റുകൾ ശീലമാക്കുക. തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ ഉലാസിൽ നിങ്ങൾക്ക് കനം തൂങ്ങുകയും അവൻ നിങ്ങളെ
സംരക്ഷിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ തസ്ബീഹുകളും തഹ്ലീലുകളും ഒക്കെ അവരും ചൊല്ലാൻ തുടങ്ങി എന്ന് പരാതി പറയുന്ന അനുചരന്മാരോട് നബി പറഞ്ഞത്, അത് ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അവൻ ഉദ്ദേശിച്ചവർക്ക് കൂടുതൽ നന്മ ചെയ്യുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്ന് അവരെ സമാധാനിപ്പിക്കുകയും സാന്ത്വനിപ്പിക്കുകയുമാണ് ചെയ്തത്. ഈ രൂപത്തിൽ വിശുദ്ധ റമദാൻ കൂടുതൽ നന്മകൾ ചെയ്യുവാനും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനുമുള്ള സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ വളരെയധികം മുന്നോട്ട് വരിക എന്ന് വിശുദ്ധ ഖുർആൻ ആ നിലയ്ക്കാണ് നമ്മെ ഉത്ബോധനം ചെയ്തിട്ടുള്ളത്. സർവശക്തനായ അല്ലാഹു ആ രൂപത്തിൽ ഈ വിശുദ്ധ നാളുകളെ മനസ്സിലാക്കുവാനും അതിലൂടെ പുണ്യം വാരിക്കൂട്ടി ഈ ലോകത്തും പരലോകത്തും സൗഭാഗ്യം കരസ്ഥമാക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.